മസ്താനി ഇങ്ങനെ പോവുകയാണെങ്കിൽ അധിക നാൾ ഉണ്ടാവത്തില്ല. ലാലേട്ടൻ തന്നെ തൂക്കിയെടുത്ത് അല്ലെങ്കിൽ ബിഗ് ബോസ് തന്നെ തൂക്കിയെടുത്ത് അയ്യത്ത് കളയും. കാരണം എന്ന് വെച്ചാൽ പുറത്ത് നടക്കുന്ന ഏറ്റവും കൂടുതൽ കാര്യങ്ങളും ഇവിടെ അകത്ത് വന്ന് പറഞ്ഞിട്ടുള്ളത് മസ്താനിയാണ്. മസ്താനി കാരണം ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ആര്യൻ അനുമോളെ ചവിട്ടാൻ പോകുന്നു, അടിക്കാൻ പോകുന്നു എന്നുള്ളൊരു വിഷയത്തിലേക്കാണ്. അത് പ്രൊമോ വരെ എത്തിയിട്ടുള്ളൂ. അതിന്റെ വിഷയം ലൈവിൽ വന്നതിന് ശേഷം മാത്രം പറയാം. ബിക്കോസ് ഗസ് ചെയ്യാൻ കഴിയുന്നില്ല. അത്രത്തോളം വലിയൊരു ഗംഭീര സംഭവമാണ് നടക്കാൻ പോകുന്നത്. അത് നമുക്ക് അവിടെ വെച്ചേക്കാം. പക്ഷേ റെന ഫാത്തിമയ്ക്ക് പുറത്തുണ്ടായിട്ടുള്ള എല്ലാ നെഗറ്റീവ് കമന്റ്സുകളെ കുറിച്ചും അല്ലെങ്കിൽ റെന ഫാത്തിമയ്ക്ക് പുറത്തുണ്ടായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റിനെ കുറിച്ച് മസ്താനി നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് തെറ്റാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒന്നാമത്തെ കാര്യം, റെന ഫാത്തിമ ശരിയാണ്, ഇതുവരെ കളിച്ച ഗെയിം റെന ഫാത്തിമയുടേത് ഭയങ്കര ബോറായിരുന്നു. ബോറ് മാത്രമല്ല, അനുമോളെ മാത്രം ട്രിഗർ ചെയ്ത വളരെ വൃത്തികെട്ട ഒരു രീതിയിൽ ഭാഷ ഉപയോഗിച്ചതായിക്കോട്ടെ, ഡ്യുവൽ മീനിങ് ആയിട്ടുള്ള പല കാര്യങ്ങൾ ഉപയോഗിച്ചതായിക്കോട്ടെ, അനുമോളെ പട്ടി എന്ന് വിളിച്ചത്, അനുമോളെ ഒരുപാട് കാര്യങ്ങളിൽ റെന ഉപദ്രവിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു സംശയവുമില്ല. അതിന് റെന എന്തായാലും അനുഭവിക്കണം, അത് പുറത്ത് അനുഭവിച്ചോട്ടെ. പക്ഷെ അത് വന്ന് മസ്താനി പറയുന്നതോടുകൂടി റെനയുടെ ഇമേജ് മാറുകയാണ്. മസ്താനി ആ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ്. റെനയെ കുറിച്ച് മാത്രമല്ല, ഇപ്പൊ റെനയാണ് സത്യത്തിൽ മസ്താനിയെ അങ്ങോട്ട് വിളിച്ച് കയറ്റിയത്. അത് തന്നെയാണ് ഇവിടുത്തെ കോമഡിയും. വിളിച്ച് കയറ്റി എന്നിട്ട് അങ്ങോട്ട് തന്നെ പണി കൊടുക്കുകയാണ്. പക്ഷെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും, അതായത് ആലിബിന്റെ പേര് എടുത്തെടുത്ത് പറയുന്നുണ്ട്. റെനയുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ആലിബിന്റെ കാര്യം, അതുപോലെ റെനയുടെ മദറിന്റെയോ എന്തോ ഒരു റീസൺ അവിടെ പറയുന്നുണ്ട്. അതായത് അറബിക് കല്യാണത്തെ കുറിച്ചൊക്കെ റെന ഇവിടെ പറഞ്ഞ കാര്യം മസ്താനി അവിടെ നെഗറ്റീവായി സംഭവിച്ചു, അത് നെഗറ്റീവായിട്ടാണ്, നിന്നെയൊന്നും ഇനി വീട്ടിൽ കയറ്റത്തില്ല എന്ന് പറയാൻ തക്കതായിട്ട്, അല്ലെങ്കിൽ റെനയ്ക്ക് അവിടെ അത്രത്തോളം നെഗറ്റീവായി എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു വർത്തമാനമാണ് ഇവിടെ മസ്താനി പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി റെനയുടെ സംസാരത്തെ കുറിച്ച്, അല്ലെങ്കിൽ ടിവിയുടെ പോലെ സംസാരമാണ്, ടിവിയിൽ റെനയുടെ ആ ഒരു ഭാഗം വന്നു കഴിഞ്ഞാൽ താൻ കാണില്ല എന്ന് വരെ ജിഷിൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ വന്ന 5 പേരിൽ ഭൂരിഭാഗം പേരും റെനയെ നെഗറ്റീവായിട്ട് പറയുന്നത് കൊണ്ട് തന്നെ റെന സത്യത്തിൽ പേടിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ നൂറ നന്നായിട്ട് അറ്റാക്ക് ചെയ്തത് കൊണ്ട് തന്നെ റെന അവിടെയും തോറ്റുപോയി. റെനയ്ക്ക് ഇതുവരെ ചെയ്തതിലെ ഏറ്റവും വലിയ തെറ്റുകൾക്കുള്ള ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഇപ്പൊ സംഭവിക്കുന്നത്. പക്ഷെ ഇതിന്റെ പേരിൽ മസ്താനി മിക്കവാറും ഔട്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത്രയൊന്നും ഡീപ്പായിട്ട് പുറത്ത് നടന്ന കാര്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ നടന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പുറത്ത് ഇതാണ് നിങ്ങളുടെ ഇമേജ് എന്ന് പറയുന്നത് തെറ്റാണ്. റെനയ്ക്ക് പുറത്ത് നെഗറ്റീവ് ഇമേജ് ആണെന്ന് പച്ചയ്ക്ക് മസ്താനി പറയുന്നുണ്ട്. അതൊരു വലിയ തെറ്റാണ്. പിന്നെ മസ്താനി ഔട്ടാകാനുള്ള മറ്റൊരു കാര്യം ഞാൻ പറയുന്നത് വെച്ചാൽ, ഇവിടെ ആര്യനും ജിസേലും തമ്മിലുള്ള ആ ഒരു ബന്ധം അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പോ എന്തോ ആയിക്കോട്ടെ, അതിന്റെ കൂട്ടത്തിൽ അവർ രണ്ടുപേരും ഒന്നിച്ച് കിടന്നതും ബെഡ്ഷീറ്റിനടിയിൽ എന്ത് ചെയ്തു എന്നുള്ള രീതിയിൽ ഫണ്ണാക്കി മസ്താനി പറഞ്ഞ ഒരു വാക്കുണ്ട്. അതിവിടെ അനുമോളും ഷാനവാസും എല്ലാം കൂടെ ഏറ്റെടുത്ത് അതിനെക്കുറിച്ചൊരു അതിനെക്കുറിച്ചൊരു ചർച്ച നടത്തി. അതിനുശേഷം ആ ചർച്ചയ്ക്ക് അപ്പുറം ഇന്നത്തെ ദിവസം ലൈവില് ഈ പറയുന്ന ആര്യനും ജിസേലും വളരെ ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത്. ആര്യനും ജിസേലും ശൈത്യയെടുത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഞങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷനകത്ത് ഇങ്ങനൊരു കാര്യം മസ്താനി വന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അത് പുറത്ത് വരുമ്പോൾ അത് വളരെയധികം നെഗറ്റീവ് ആകും എന്നുള്ള തരത്തിലൊക്കെ ആര്യൻ സെൽഫായിട്ട് പറയുന്നുണ്ട്. ഇത് ശൈത്യയെടുത്ത് പറയുന്ന ഒരു കാഷ്വൽ ടോക്ക് മാത്രമായിരുന്നു. പക്ഷെ ഇതിനെ ചുക്കാൻ പിടിച്ചുകൊണ്ട് അനുമോള് എന്തോ ഒരു ഇഷ്യൂ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അനുമോള് വളരെ ശക്തമായിട്ട് എല്ലാവരും കേൾക്കേ, അന്ന് ആ അപ്പാനി ബിന്നി കേസിൽ സംഭവിച്ചതുപോലെ തന്നെ ഇവിടെ ഈ പറയുന്ന ആര്യന്റെയും ജിസേലിന്റെയും അവർ രണ്ടുപേരും എന്താണ് കാണിക്കുന്നതെന്നുള്ള രീതിയിൽ ഒരു പക്ഷേ ആ ഒരു കിറ്റിന്റെ കാര്യം ചോദിക്കാൻ ചെന്നപ്പോൾ ഇവർ രണ്ടുപേരും ബെഡ്ഷീറ്റിന്റെ അടിയിൽ എന്ത് ചെയ്തു എന്നുള്ളത് നമുക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഈ പറയുന്ന ഒരു ബെഡ്ഷീറ്റിന്റെ അടിയിൽ ക്യാമറ ഒന്നും വെക്കാൻ കൊള്ളില്ലല്ലോ. അപ്പം അനുമോൾ ആ പറഞ്ഞ കാര്യം അതെന്തോ ആയിക്കോട്ടെ, ആ കാര്യം അത്രയും പബ്ലിക്കായിട്ട് വിളിച്ചു കൂവി ഇത് പ്രേക്ഷകർ അറിയണം എന്ന് സംസാരിക്കുന്നത്, എനിക്ക് തോന്നുന്നു ആ മസ്താനി ഇട്ടുകൊടുത്ത ആ ഒരു ഹിന്റിന്റെ പേരിലാണ് അനുമോൾ അതെടുത്ത് ഏറ്റുപിടിച്ചിരിക്കുന്നത്. അത് അനുമോൾ കാണിക്കുന്നത് ഒരു ഭൂലോക മണ്ടത്തരമാണ്. അതവിടെ സംസാരിക്കാൻ പാടില്ല. അതെന്തായാലും മോഹൻലാൽ വന്ന് ചോദിക്കുന്ന സമയത്ത് അത് ഒരിക്കലും അത് പച്ചയ്ക്ക് പറയാൻ പോലും അനുമോൾക്ക് സാധിക്കില്ല. അതിന്റെ പേരിൽ ഏറ്റവും വലിയൊരു ചവിട്ടാണോ അതോ തള്ളിയിടുകയാണോ എന്നറിയത്തില്ല. പക്ഷേ വലിയൊരു ആഘാതം അവിടെ ക്രിയേറ്റ് ചെയ്യാൻ ആര്യന് സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ പേരിൽ മിക്കവാറും അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുകയാണെങ്കിൽ, പ്രൊമോയിൽ വന്ന ആ ഒരു സീരിയസ്നെസ് ഈ ഒരു ലൈവിൽ അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആര്യൻ ഔട്ടാവും. ആര്യൻ അല്ലേ തന്നെ ഔട്ടാവട്ടെ എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഇതൊരുമാതിരി ശാപം പോലെ തന്നെയാണ്. അതുപോലെ അനുമോളിന്റെ പ്രാക്കും എല്ലാം കൂടെ ചേർന്നിട്ട് ഒന്നിച്ച് വായിക്കുകയാണെങ്കിൽ ഇത് സത്യമായിട്ടും ഇതൊരു വല്ലാത്ത ഒരു കയ്യാങ്കളിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആര്യന് നല്ല പണി കിട്ടും. അപ്പോൾ മസ്താനിയുടെ കാര്യത്തിലും മസ്താനിയാണ് ഇതെല്ലാം തുടക്കം ഇടുന്നത്.
ഇപ്പൊ റെനയുടെ കാര്യത്തിലായിക്കോട്ടെ, ഈ ആര്യൻ ജിസേൽ ബന്ധത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, എല്ലാത്തിനും കാരണക്കാരി മസ്താനിയാണ്. സോ ഇതൊക്കെ മസ്താനിയിൽ തന്നെ വന്ന് ചോദ്യം ചെയ്യുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഏതായാലും ലൈവിൽ എന്താണ് ആ അടി എന്നുള്ളതാണ് ഇനി അടുത്ത ഒരു ലൈവിൽ വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണുക. സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ പോയിച്ചു വരാം. ബൈ.